സുബഹി ബാങ്കിന്റെ നേർത്ത ശബ്ദം അകലെ പള്ളിമിനാരത്തിൽ നിന്ന് ഒഴുകിയെത്തിയപ്പോൾ സമീറിന്റെ ഉറക്കത്തിലേക്ക് ആദ്യത്തെ അസ്വസ്ഥതയുടെ നൂലിഴയെത്തി. പുതപ്പിനടിയിലെ സുഖമുള്ള ചൂടിൽ ഒന്നുകൂടി ചുരുണ്ടുകൂടാൻ അവൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് രോമം നിറഞ്ഞ ഒരു ശരീരം അവന്റെ നെഞ്ചിലേക്ക് ചാടിക്കയറി. അതൊരു സാധാരണ ചാട്ടമായിരുന്നില്ല, കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ഒന്നായിരുന്നു. മ്യാവൂ, കിലുക്കിയായിരുന്നു അത്. അവളുടെ നേർത്ത ശബ്ദം ഒരു കലർപ്പുമില്ലാത്ത അധികാരത്തോടെ പുറത്തുവന്നു. സമീർ കണ്ണു തുറന്നില്ല. അവനറിയാം അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന്. പ്രതീക്ഷിച്ചതുപോലെ അവളുടെ ചെറിയ തണുത്ത മൂക്ക് അവന്റെ കവിളിലമർന്നു. അതോടൊപ്പം സ്നേഹത്തോടെയുള്ള ഒരുരുമ്മലും. പോടി, ഉറങ്ങട്ടെ. സമീർ പുതപ്പിനടിയിൽ നിന്നുകൊണ്ട് പിറുപിറുത്തു. കിലുക്കി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ മുൻകാലുകൾ കൊണ്ട് അവന്റെ നെഞ്ചിൽ മെല്ലെ അമർത്തി. നഖങ്ങൾ പുറത്തെടുക്കാതെയുള്ള ആ സ്പർശനത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു. എഴുന്നേൽക്കൂ, പ്രാർത്ഥിക്കാൻ സമയമായി. സമീർ ചിരിയോടെ കണ്ണു തുറന്നു. അവന്റെ നേരെ ഉറ്റുനോക്കുന്ന രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ. കറുപ്പും വെളുപ്പും കലർന്ന അവളുടെ രോമങ്ങൾക്കിടയിൽ ആ കണ്ണുകൾക്ക് പ്രത്യേക ഭംഗിയായിരുന്നു. അവൾ ഒരിക്കൽ കൂടി ശബ്ദമുണ്ടാക്കി, ഇത്തവണ കുറച്ചുകൂടി നീട്ടിയാണ് കരഞ്ഞത്. എഴുന്നേറ്റു ഉപ്പാപ്പ, ദാ വരുന്നു. അവൻ അവളെ മെല്ലെ തലോടി എഴുന്നേറ്റു. കിലുക്കി തൃപ്തിയോടെ നിലത്തേക്ക് ചാടി വാലാട്ടിക്കൊണ്ട് മുറിയുടെ വാതിൽക്കലേക്ക് നടന്നു. സമീർ എഴുന്നേൽക്കുന്നതുവരെ അവൾ അവിടെ കാത്തുനിന്നു. ഇതായിരുന്നു അവരുടെ ലോകം. 30കാരനായ അധികം സംസാരിക്കാത്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ സമീറും അവന്റെ നിഴലുപോലെ കൂടെയുള്ള കിലുക്കിയും. അവന്റെ ലോകം ക്യാമറയുടെ ലെൻസിലൂടെയായിരുന്നു. പുഴയും വയലുകളും നിറഞ്ഞ ആ ഗ്രാമത്തിലെ പക്ഷികളും പൂമ്പാറ്റകളും അവന്റെ ചങ്ങാതിമാരായിരുന്നു. എന്നാൽ ആ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം കിലുക്കിയായിരുന്നു. വുളു എടുത്ത് നമസ്കാരപ്പായ വിരിക്കുമ്പോൾ കിലുക്കി ജനലിന്റെ അരികിൽ സ്ഥാനം പിടിച്ചിരുന്നു. പുറത്ത് പുലരി വെളിച്ചം പരന്നു തുടങ്ങുന്നതേയുള്ളൂ. സമീർ പ്രാർത്ഥനയിൽ മുഴുകി. അവന്റെ മനസ്സ് ശാന്തമായി. പ്രാർത്ഥന കഴിഞ്ഞ് അവൻ എഴുന്നേറ്റപ്പോൾ കിലുക്കി അവന്റെ കാലുകളിൽ വന്ന് ഉരുമ്മാൻ തുടങ്ങി. വിശന്നോ എന്റെ കാന്താരിക്ക്? അവൻ അവളെ കൈയിലെടുത്തു. അടുക്കളയിൽ ഉമ്മ ഫാത്തിമ ചായയ്ക്കുള്ള വെള്ളം വെച്ചിരുന്നു. സമീറിനെയും കിലുക്കിയെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവർ ചിരിച്ചു. രണ്ടും കൂടി എഴുന്നേറ്റോ? ഇവളാണോ നിന്റെ അലാറം? പിന്നല്ലാതെ. സമീർ കിലുക്കിക്കൊരു പാത്രത്തിൽ പാലൊഴിച്ചു കൊടുത്തു. അവൾ ആർത്തിയോടെ അത് കുടിക്കാൻ തുടങ്ങി. ചായ കുടിച്ചുകൊണ്ട് അവൻ തന്റെ ലാപ്ടോപ്പ് തുറന്നു. കഴിഞ്ഞ ദിവസം എടുത്ത കിങ്ഫിഷറിന്റെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യണം. അവൻ ജോലിയിൽ മുഴുകിയപ്പോൾ പതിവുപോലെ കിലുക്കി മേശപ്പുറത്തേക്ക് ചാടിക്കയറി ലാപ്ടോപ്പിന്റെ കീബോർഡിനും സ്ക്രീനിനുമിടയിലുള്ള സ്ഥലത്ത് ഒതുങ്ങിക്കൂടി. അവളുടെ സാമീപ്യം അവനൊരു സുരക്ഷിതത്വം നൽകി. പുറത്ത് തൃശൂർ നഗരം പൂരത്തിന്റെ ആരവങ്ങളിലേക്ക് പതിയെ ഉണർന്നു തുടങ്ങുകയായിരുന്നു. എന്നാൽ ഈ ചെറിയ വീട്ടിൽ സമീറിന്റെയും കിലുക്കിയുടെയും ലോകം ശാന്തവും സന്തോഷം നിറഞ്ഞതുമായിരുന്നു. ഫാത്തിമ, ഓ ഫാത്തിമ. അയൽപ്പക്കത്തെ ശാരദാമ്മയുടെ നീട്ടിയുള്ള വിളികേട്ടാണ് ഫാത്തിമ അടുക്കളയിൽ നിന്ന് ഇറയത്തേക്ക് വന്നത്. കൈയിലൊരു സ്റ്റീൽ പാത്രവുമായി വേലിക്കരികിൽ നിൽപ്പുണ്ടവർ. 70നോടടുത്ത പ്രായമുണ്ടെങ്കിലും ശബ്ദത്തിനു ഒരു കുറവുമില്ല. എന്താ ശാരദേച്ചി, രാവിലെ തന്നെ? ഫാത്തിമ ചിരിയോടെ ചോദിച്ചു. പൂരല്ലേ വരണത്? വീട്ടില് കുറച്ച് ഉണ്ണിയപ്പമുണ്ടാക്കി. ഇത് പിള്ളേർക്കു കൊടുക്ക്. അവർ പാത്രം വേലിക്കപ്പുറത്തുനിന്ന് നീട്ടി. പാത്രം തുറന്നപ്പോൾ നല്ല ചൂടുള്ള ഉണ്ണിയപ്പത്തിന്റെ മണം പരന്നു. ഇതിനെന്തിനാ ചേച്ചി മെനക്കെട്ടത്? ഞാനിന്നലെ നെയ്യപ്പമുണ്ടാക്കിയിരുന്നു. അങ്ങോട്ട് തരാനിരിക്കുകയായിരുന്നു. ഫാത്തിമ പാത്രം വാങ്ങി. ഓ, അത് സാരമില്ല. പൂരൊക്കെ നമ്മക്കും കൂടി ഉള്ളതല്ലേ. നിന്റെ മോൻ പോണില്ലേ ഫോട്ടോ എടുക്കാൻ? അവനിപ്പോ അതാണല്ലോ പണി. വെടിക്കെട്ടും മേളൊന്നും പറഞ്ഞ ജീവനാ. കഴിഞ്ഞ തവണത്തെ പടംപത്രത്തിലൊക്കെ വന്നിരുന്നു. ഫാത്തിമയുടെ മുഖത്ത് അഭിമാനം നിറഞ്ഞു. അവരുടെ സംഭാഷണത്തിനിടയിലേക്ക് സമീർ ക്യാമറയുമായി ഇറങ്ങിവന്നു. ശാരദാമ്മയെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. എന്താ ശാരദാമ്മേ വിശേഷം? നല്ല വിശേഷം മോനെ. നിനക്കുള്ളതായത്. അവർ ഉണ്ണിയപ്പത്തിന്റെ പാത്രത്തിലേക്ക് ചൂണ്ടി. ആഹാ, ഉണ്ണിയപ്പം. ഉമ്മ, എനിക്കൊരു 4 എണ്ണം വേണം. അവരുടെ സംസാരം കേട്ടുകൊണ്ട് കിലുക്കി വരാന്തയിലെ തൂണിൽ നഖം കൊണ്ട് മാന്തി മൂർച്ച കൂട്ടുകയായിരുന്നു. ശാരദാമ്മ അവളെ കണ്ടപ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു. കണ്ടോ അവളുടെ ഒരു ഗമ. ആ വീട്ടിലെ റാണിയാന്നാ വിചാരം. പുഴയും വയലുകളും അതിരിടുന്ന ആ ഗ്രാമത്തിന്റെ ചിത്രം അതായിരുന്നു. പള്ളിയും അമ്പലവും തോളോടുതോൾ ചേർന്നു നിന്നു. ബാങ്ക് വിളിയും അമ്പലത്തിലെ കീർത്തനങ്ങളും ഒരുമിച്ച് കാറ്റിൽ അലിഞ്ഞുചേർന്നു. മനുഷ്യരുടെ മനസ്സുകളിലും ആ വേർതിരിവുകളുണ്ടായിരുന്നില്ല. റഷീദിന്റെ വീട് അവിടെ നിന്നും അധികം ദൂരെയായിരുന്നില്ല.
അവന്റെ ഉപ്പയും സമീറിന്റെ ഉപ്പയും നല്ല കൂട്ടുകാരായിരുന്നു. എന്നാൽ പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. സമീർ ക്യാമറ തോളിലിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉമ്മ, ഞാൻ ടൗൺ വരെ പോയിട്ട് വരാം. പൂരത്തിന്റെ ഒരുക്കങ്ങളുടെ കുറച്ച് പടങ്ങളെടുക്കണം. നോക്കിപ്പോണേ മോനെ, ഫാത്തിമ പറഞ്ഞു. സമീർ യാത്രയാകുന്നത് നോക്കി നിന്ന ശാരദാമ്മ ഫാത്തിമയോട് പറഞ്ഞു, നല്ല മോനാ, ദൈവം അവന് നല്ലതേ വരുത്തൂ. ഫാത്തിമയുടെ മനസ്സിലൊരു പ്രാർത്ഥന നിറഞ്ഞു. അവരുടെ ഗ്രാമത്തിന്റെ ഈ സൗഹൃദവും സമാധാനവും എന്നും നിലനിൽക്കണേ എന്ന പ്രാർത്ഥന. എന്നാൽ ആ ഗ്രാമത്തിന്റെ ശാന്തതയിലേക്ക് കരിനിഴൽ വീഴ്ത്താൻ പോകുന്ന ചിലരുടെ കാലൊച്ചകൾ അടുത്തൊരു പുഴയുടെ തീരത്ത് മുഴങ്ങിത്തുടങ്ങിയെന്ന് അവരറിഞ്ഞിരുന്നില്ല. പുഴയുടെ വളവ് തിരിഞ്ഞ് കാടുകയറിക്കിടക്കുന്ന വഴി അവസാനിക്കുന്നിടത്താണ് ആ പഴയ തറവാട് നിന്നിരുന്നത്. കാലങ്ങളായി ആൾത്താമസമില്ലാതെ ഇഴജന്തുക്കൾക്ക് അഭയം നൽകിയിരുന്ന ആ വീടിന് ഇപ്പോൾ പുതിയ താമസക്കാർ വന്നിരുന്നു. പുറം ലോകം അതറിഞ്ഞിരുന്നില്ല. അകത്തെ വലിയ മുറിയിൽ പൊടിപിടിച്ച തറയിൽ ഒരു പായ വിരിച്ച് 4 പേർ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ തലവൻ അമീർ ഗൗരവത്തോടെ മുറിയിലൂടെ നടക്കുകയായിരുന്നു. വെളുത്തുനീണ്ട മുഖത്ത് കനലെരിയുന്ന കണ്ണുകൾ. അയാളുടെ ഓരോ ചലനത്തിലും അധികാരവും ക്രൗര്യവും നിഴലിച്ചു. എല്ലാം തയ്യാറല്ലേ? അമീറിന്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി. ഏകദേശം കൂട്ടത്തിലൊരാൾ മറുപടി പറഞ്ഞു. സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്, ഇനി ഘടിപ്പിക്കണം. സമയം കളയരുത്. പൂരത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. ഇത്തവണത്തെ വെടിക്കെട്ട് നമ്മൾ നടത്തും. ഈ നാട് കത്തിപ്പടരണം. അവരുടെ ആഘോഷം അവരുടെ കണ്ണീരാവണം. അമീർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ വിദ്വേഷം തിളച്ചു. വാതിൽക്കൽ ഒരു നിഴലനങ്ങിയപ്പോൾ എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. വന്നത് റഷീദായിരുന്നു. കൈയിലൊരു വലിയ പൊതിയുമായി അവൻ ഭയത്തോടെ അകത്തേക്ക് വന്നു. അവന്റെ നെറ്റി വിയർത്തിരുന്നു. ഭക്ഷണം, അവൻ പരിങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. അമീർ അവനെ അടിമുടി നോക്കി. ആ നോട്ടത്തിൽ റഷീദിന്റെ ഉള്ളൊന്ന് കാളി. എന്തിനാടാ പേടിക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാ. അല്ലാഹുവിന്റെ യഥാർത്ഥ ഭടന്മാരാണ് നമ്മൾ. റഷീദ് ഒന്നും മിണ്ടിയില്ല. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബം, വഴിതെറ്റിപ്പോയ സൗഹൃദങ്ങൾ, തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെട്ട വിഷലിപ്തമായ ആശയങ്ങൾ, അതെല്ലാമാണ് അവനെ ഇവിടെ എത്തിച്ചത്. എന്നാൽ സമീറിനെയും അവന്റെ ഉമ്മയെയും പോലുള്ളവരുടെ സ്നേഹം കണ്ടുവളർന്ന അവന്റെ ഉള്ളിന്റെയുള്ളിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു. ഈ ചെയ്യുന്നത് ശരിയാണോ? ഈ നാട്ടിലെ പാവങ്ങളെ കൊല്ലുന്നത് എന്ത് പുണ്യപ്രവൃത്തിയാണ്? പോയി അടുത്തുള്ള കടകളിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ലിസ്റ്റ് ഞാൻ തരാം. അമീർ ഒരു കടലാസ് അവന് നേരെ നീട്ടി. ആരുടെയും ശ്രദ്ധയിൽപ്പെടരുത്. സംശയം തോന്നിയാൽ. അമീർ വാചകം പൂർത്തിയാക്കാതെ റഷീദിനെ തുറച്ചുനോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അവന് മനസ്സിലായിരുന്നു. ഭക്ഷണപ്പൊതി അവിടെ വെച്ച് ലിസ്റ്റുമായി പുറത്തിറങ്ങുമ്പോൾ റഷീദിന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുഴക്കരയിലെ കാറ്റ് അവനെ തഴുകി. ദൂരെ അമ്പലത്തിലെ ഉച്ചപ്പൂജയുടെ മണിയൊച്ച കേൾക്കാമായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. താൻ എവിടെയാണ് എത്തിപ്പെട്ടതെന്ന് അവൻ സ്വയം ചോദിച്ചു. എന്നാൽ മടങ്ങിപ്പോകാനുള്ള വഴി അടഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം പതിവിലും ശാന്തമായിരുന്നു. സമീർ തന്റെ ക്യാമറ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഫാത്തിമ മുറ്റത്ത് വെള്ളം തളിക്കുന്നു. കിലുക്കി തന്റെ പതിവ് സായാഹ്ന സവാരിക്കായി ഇറങ്ങി. അവൾ മുറ്റത്തെ ചെമ്പരത്തിച്ചുവട്ടിൽ അല്പനേരം നിന്നു. പിന്നെ വേലിച്ചാടിക്കടന്ന് അയൽപ്പക്കത്തെ പറമ്പിലേക്ക് നടന്നു. അതൊരു പതിവ് കാഴ്ചയായതുകൊണ്ട് ആരും അവളെ പ്രത്യേകം ശ്രദ്ധിച്ചില്ല. പറമ്പിലെ പുൽനാമ്പുകൾക്കിടയിലൂടെ അവൾ നടന്നു. അവളുടെ ശ്രദ്ധ പെട്ടെന്നാണ് മരത്തിൽ വന്നിരുന്ന ഒരു വലിയ നിശാശലഭത്തിൽ പതിഞ്ഞത്. അറ്റ്ലസ് മോത്ത്. സമീർ അതിന്റെ ചിത്രം കിട്ടാൻ കുറേ നാളായി ശ്രമിക്കുന്നതാണ്. കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ കിലുക്കി ആ ശലഭത്തെ നോക്കി. അത് ചിറകടിച്ചുയർന്നപ്പോൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവൾ അതിന്റെ പിന്നാലെ പാഞ്ഞു. ശലഭം പറന്നുപോയത് പുഴയുടെ ഭാഗത്തേക്കായിരുന്നു. വഴികളും ഇടവഴികളും താണ്ടി വീടുകളുടെ പിന്നാമ്പുറങ്ങളിലൂടെ കിലുക്കി ഓട്ടി. അവളുടെ ശ്രദ്ധ മുഴുവൻ മുന്നിൽ പറന്നുപോകുന്ന വർണ്ണച്ചിറകുകളിലായിരുന്നു. അവൾ ഓട്ടത്തിനിടയിൽ എത്ര ദൂരം പിന്നിട്ടുവെന്നോ എവിടെയെത്തിയെന്നോ അറിഞ്ഞില്ല. ഒടുവിൽ ആ നിശാശലഭം ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് പറന്നുപോയി കാഴ്ചയിൽ നിന്നു മറഞ്ഞു. കിലുക്കി നിരാശയോടെ നിന്നു. ചുറ്റും നോക്കിയപ്പോഴാണ് താൻ വഴിതെറ്റിയെന്ന് അവൾക്ക് മനസ്സിലായത്. അപരിചിതമായ സ്ഥലങ്ങൾ, അപരിചിതമായ ഗന്ധങ്ങൾ. അവൾ തിരികെ നടക്കാൻ ശ്രമിച്ചു. എന്നാൽ ഏതു വഴിയിലൂടെയാണ് വന്നതെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. ദൂരെ എവിടെയോ ഒരു പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് അവൾ ഭയന്നു. അപ്പോഴാണ് പുഴയുടെ അടുത്തുള്ള ആ പഴയ വീട് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുറമെ ശാന്തമായി തോന്നിയെങ്കിലും അകത്ത് നേരിയ വെളിച്ചമുണ്ടായിരുന്നു. സുരക്ഷിതമായ ഒരു സ്ഥലമെന്ന ചിന്തയിൽ അവൾ ആ വീടിന്റെ പൊളിഞ്ഞുകിടന്ന മതിലിനടിയിലൂടെ അകത്തേക്ക് നൂഴ്ന്നു കയറി.
അകത്തെ മുറിയിൽ അമീറും കൂട്ടാളികളും അതീവ ശ്രദ്ധയോടെ ജോലിയിലായിരുന്നു. വയറുകളും സർക്യൂട്ട് ബോർഡുകളും ടൈമറുകളും മേശപ്പുറത്ത് നിരത്തിവെച്ചിരുന്നു. സ്ഫോടകവസ്തുക്കൾ നിറച്ച പെട്ടികൾ ഒരു മൂലയിൽ അടുക്കിവെച്ചിരുന്നു. മുറിയിൽ രൂക്ഷമായ രാസഗന്ധം തങ്ങിനിന്നു. കൃത്യമായിരിക്കണം. ഒരു ചെറിയ പിഴവുപോലും നമ്മുടെ പദ്ധതി തകർക്കും. അമീർ നിർദ്ദേശങ്ങൾ നൽകി. പുറത്തെ ശബ്ദങ്ങൾ കേട്ട് ഭയന്ന കിലുക്കി തുറന്നുകിടന്ന ജനലിലൂടെ മുറിക്കകത്തേക്ക് ചാടി. ആരും അവളെ കണ്ടില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഒരു കട്ടിലിനടിയിൽ ഒളിച്ചു. അവളുടെ ചെറിയ മൂക്കിലേക്ക് തുളച്ചുകയറുന്ന ഗന്ധം അവളെ അസ്വസ്ഥയാക്കി. മനുഷ്യരുടെ ഗൗരവം നിറഞ്ഞ സംഭാഷണങ്ങൾ അവളിൽ ഭയം നിറച്ചു. പെട്ടെന്നാണ് പുറത്ത് വലിയൊരു ശബ്ദം കേട്ടത്. അതുവഴി പോയ ഒരു ലോറി ഹോൺ മുഴക്കിയതായിരുന്നു. ആ അപ്രതീക്ഷിത ശബ്ദത്തിൽ കിലുക്കി ഞെട്ടിവിറച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനായി മേശപ്പുറത്തേക്ക് ഒറ്റക്കുതിപ്പായിരുന്നു. ആ ചാട്ടത്തിൽ അവളുടെ ശരീരം തട്ടി മേശപ്പുറത്തിരുന്ന സർക്യൂട്ട് ബോർഡുകൾ താഴേക്ക് ചിതറി വീണു. അതിലൊന്ന് അവളുടെ ദേഹത്ത് തട്ടി താഴെ വീണു. അതോടൊപ്പം അതിപ്രധാനമായ ഒരു മൈക്രോചിപ്പും ഒരു ചെറിയ ദ്രാവകം നിറച്ച ടെസ്റ്റ് ട്യൂബും നിലത്ത് വീണു പൊട്ടി. എന്താണത്? മുറിയിലുണ്ടായിരുന്നവർ ഞെട്ടിത്തിരിഞ്ഞു. ഒരു നിമിഷാർദ്ധം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണുകൾ തങ്ങളെ നോക്കി ഭയന്നു വിറയ്ക്കുന്ന ആ കറുപ്പും വെളുപ്പും കലർന്ന പൂച്ചയിൽ പതിച്ചു. ആ നശിച്ച പൂച്ച! കൂട്ടത്തിലൊരാൾ അലറി. അമീറിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ കസേരയെടുത്ത് അതിനു നേരെ എറിയുന്നതിനു മുൻപേ കിലുക്കി തുറന്നുകിടന്ന ജനലിലൂടെ പുറത്തേക്ക് ചാടി ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞിരുന്നു. അവർ മേശയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നിലത്ത് ചിതറിക്കിടക്കുന്ന വയറുകൾക്കും പൊട്ടിയ ചില്ലുകൾക്കുമിടയിൽ അവർ പരതി. ഷിറ്റ്! ടൈമർ സർക്യൂട്ടിലെ പ്രധാനപ്പെട്ട ചിപ്പ് നഷ്ടമായിരിക്കുന്നു. ആ ദ്രാവകവും പോയി. അമീർ ഭിത്തിയിൽ ആഞ്ഞടിച്ചു. ഇനി ദിവസങ്ങൾ മാത്രം. ഇത് കിട്ടാതെ ഒന്നും നടക്കില്ല. അവന്റെ കണ്ണുകൾ ഇരുട്ടിലേക്ക് തുറിച്ചു. ആ നിമിഷം ആ ചെറിയ പൂച്ച അവരുടെ പദ്ധതിയുടെ ഗതിമാറ്റിയെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. സമയം രാത്രി 8 മണി കഴിഞ്ഞു. ഫാത്തിമയുടെ മുഖത്ത് ആദി നിറഞ്ഞു. മോനെ സമീറേ, കിലുക്കിയെ കാണുന്നില്ലല്ലോ, അവളിതുവരെ വന്നിട്ടില്ല. സമീർ ലാപ്ടോപ്പ് അടച്ചുവെച്ചു. അവളിവിടെ എവിടെയെങ്കിലും കാണുമുമ്മ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അവൻ പുറത്തിറങ്ങി കിലുക്കി എന്ന് നീട്ടിവിളിച്ചു. മറുപടിയില്ല. അവൻ വീടിന്റെ പരിസരത്തും അയൽപ്പക്കത്തെ പറമ്പിലുമെല്ലാം അവളെ തിരഞ്ഞു. ഓരോ നിമിഷം കഴിയുന്തോറും അവന്റെ നെഞ്ചിൽ ഭയം നിറഞ്ഞു. അവൾക്കെന്തെങ്കിലും ആപത്ത് പറ്റിയിരിക്കുമോ? അവളിതുവരെ ഇങ്ങനെ വൈകിയിട്ടില്ലല്ലോ. ഫാത്തിമയുടെ ശബ്ദമിടറി. സമീർ ബൈക്കുമെടുത്ത് പുറത്തേക്കിറങ്ങി. ഗ്രാമത്തിലെ വഴികളിലൂടെ അവൻ പതിയെ ബൈക്കോടിച്ചു. കണ്ണുകൾ ഇരുട്ടിൽ ആ ചെറിയ രൂപത്തിനായി പരതി. അവന്റെ ഓരോ വിളിയിലും പ്രതീക്ഷയും നിരാശയും കലർന്നിരുന്നു. ഒരു വളർത്തുമൃഗം നഷ്ടപ്പെടുമ്പോഴുള്ള യഥാർത്ഥ വേദന അവൻ ആ നിമിഷങ്ങളിൽ അറിയുകയായിരുന്നു. അവന്റെ ലോകത്തിലെ ഒരു ഭാഗം അടർന്നുപോയതുപോലെ അവന് തോന്നി. അവന്റെ ഓരോ ഓർമ്മയിലും അവളുടെ കുറുമ്പു നിറഞ്ഞ മുഖം തെളിഞ്ഞുവന്നു. രാത്രി ഏറെ വൈകിയിട്ടും കിലുക്കി തിരിച്ചുവന്നില്ല. സമീർ തളർന്ന് വീട്ടിലേക്ക് മടങ്ങി. അവന്റെ ഉമ്മ ഖുർആൻ ഓതിക്കൊണ്ട് വരാന്തയിൽ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിലും അതേ ഭയമുണ്ടായിരുന്നു. ആ രാത്രി ആ വീട്ടിൽ ആർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചയോടെ എപ്പോഴോ സമീർ മയങ്ങിപ്പോയിരുന്നു. വരാന്തയിലെ ചാരുകസേരയിലിരുന്നായിരുന്നു ആ മയക്കം. നേർത്ത ഒരു കരച്ചിൽ കേട്ടാണ് അവൻ ഞെട്ടിയുണർന്നത്. മ്യാവൂ! അതൊരു സാധാരണ കരച്ചിലായിരുന്നില്ല. ക്ഷീണിച്ച അവശമായ ഒരു ശബ്ദം. അവൻ ചാടിയെഴുന്നേറ്റു. മുറ്റത്തിന്റെ ഗേറ്റിനരികിൽ അവൾ നിൽക്കുന്നു. കിലുക്കി! അവളുടെ രൂപം കണ്ട് അവന്റെ ഹൃദയം വേദനിച്ചു. ദേഹമാസകലം ചെളി പുരണ്ടിരിക്കുന്നു. രോമങ്ങൾ ഒട്ടിച്ചേർന്ന് വൃത്തികേടായിരിക്കുന്നു. അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കിലുക്കി! അവൻ ഓടിച്ചെന്ന് അവളെ വാരിയെടുത്തു. അവളുടെ ശരീരം ചൂടുപിടിച്ചിരുന്നു. അവൻ അവളെ നെഞ്ചോട് ചേർത്തപ്പോൾ അവൾ വേദനയോടെ ഒന്ന് പുളഞ്ഞു. എന്റെ മോൾക്കെന്തുപറ്റി? ഫാത്തിമയും ഉണർന്നു ഓടിവന്നു. കിലുക്കിയുടെ അവസ്ഥ കണ്ട് അവരുടെ കണ്ണുകളും നിറഞ്ഞു. സമീർ അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഒരു പാത്രത്തിൽ പാൽ വച്ചുകൊടുത്തെങ്കിലും അവൾ കുടിച്ചില്ല. വെള്ളം മാത്രം നക്കിക്കുടിച്ചു. അവൾ സമീറിന്റെ മടിയിൽ ചുരുണ്ടുകൂടി ആരെയും അടുപ്പിക്കാതെ ഭയന്നു വിറച്ചുകൊണ്ട് കിടന്നു. അവളുടെ കണ്ണുകളിൽ അപരിചിതമായ ഒരു ഭയം നിഴലിച്ചിരുന്നു. ആ രാത്രി അവൾ എവിടെയായിരുന്നു? അവൾക്കെന്ത് സംഭവിച്ചു? സമീറിന്റെ മനസ്സിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ സമീർ അവളെ വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഒരു പാത്രത്തിൽ ഇളം ചൂടുവെള്ളമെടുത്ത് ഒരു തുണി മുക്കി അവൻ അവളുടെ ശരീരം മെല്ലെ തുടയ്ക്കാൻ തുടങ്ങി. അവൾ എതിർത്തെങ്കിലും അവൻ സ്നേഹത്തോടെ അവളെ സമാധാനിപ്പിച്ചു. അവളുടെ കഴുത്തിനു താഴെയുള്ള രോമങ്ങൾക്കിടയിലെ ചെളി തുടച്ചു നീക്കുമ്പോഴാണ് സമീർ അത് ശ്രദ്ധിച്ചത്. സാധാരണ കാണാത്ത ഒരു ലോഹക്കഷണം അവളുടെ രോമങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നു.
അതൊരു വയറിന്റെയോ സർക്യൂട്ടിന്റെയോ ഭാഗം പോലെ തോന്നി. അവൻ സംശയത്തോടെ അതെടുത്ത് കയ്യിൽ വെച്ചു. ഇതെങ്ങനെ അവളുടെ ദേഹത്തു വന്നു? അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവൻ ശ്രദ്ധിച്ചു. അവളുടെ ശരീരത്തിൽ നിന്ന് രൂക്ഷമായ ഒരു ഗന്ധം വരുന്നുണ്ടായിരുന്നു. മണ്ണെണ്ണയുടെയോ പെട്രോളിന്റെയോ അല്ല, അതിലും തീക്ഷ്ണമായ രാസവസ്തുക്കൾ കൂടിച്ചേർന്നതുപോലൊരു ഗന്ധം. അവൻ ആ ലോഹകഷണം മണത്തുനോക്കി. അതേ ഗന്ധം. അവന്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി. ഇതൊരു സാധാരണ സംഭവമല്ല. അവൾ എവിടെയോ അപകടത്തിൽ ചെന്നുപെട്ടിരിക്കുന്നു. ആ ലോഹകഷണവും ഈ ഗന്ധവും. അവന്റെ മനസ്സിൽ സംശയത്തിന്റെ നിഴലുകൾ വീണു തുടങ്ങി. അവൻ ആ ചെറിയ ലോഹകഷണം ആരും കാണാതെ തന്റെ മേശവലിപ്പിൽ സൂക്ഷിച്ചുവെച്ചു. കിലുക്കിയുടെ ഭയത്തിന്റെ കാരണം വെറുമൊരു പട്ടിയെ പേടിച്ചതോ വഴിതെറ്റിയതോ മാത്രമല്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അതേസമയം പുഴക്കരയിലെ ആ പഴയ തറവാട്ടിൽ അമീറിന്റെ കോപം അഗ്നിപർവ്വതം പോലെ പുകയുകയായിരുന്നു. ഒരു പൂച്ച, ഒരു നിസ്സാര പൂച്ച കാരണം നമ്മുടെ പദ്ധതികൾ താളം തെറ്റിയിരിക്കുന്നു. അവൻ അലറി. ആ ചിപ്പില്ലാതെ ടൈമർ പ്രവർത്തിപ്പിക്കാനാവില്ല അമീർ ഭായ്. തൃശൂർ ടൗണിൽ പോയാൽ ചിലപ്പോൾ കിട്ടിയേക്കും. പക്ഷേ അത് റിസ്ക്കാണ്, കൂട്ടത്തിലൊരാൾ പറഞ്ഞു. അമീറിന്റെ കണ്ണുകൾ റഷീദിന് നേരെ തിരിഞ്ഞു. ഭയം കൊണ്ട് റഷീദിന്റെ ശരീരം മരവിച്ചിരുന്നു. നീ പോകും. അമീർ അവന്റെ നേരെ വിരൽ ചൂണ്ടി. നീ പോയി ആ സാധനം വാങ്ങിവരും. നിന്നെയാകുമ്പോൾ ആർക്കും സംശയം തോന്നില്ല. ഈ നാട്ടുകാരനല്ലേ നീ? ഞാൻ എനിക്ക് പേടിയാകുന്നു. റഷീദ് വിക്കി. അമീർ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. പേടിയോ? നിന്റെ വീട്ടുകാരെ ഓർമ്മയുണ്ടോ? നിന്റെ ഉമ്മയെയും പെങ്ങളെയും. ഞങ്ങൾ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ പൂരം കാണാൻ അവർ ബാക്കിയുണ്ടാവില്ല. ആ ഭീഷണിയിൽ റഷീദ് തകർന്നുപോയി. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. മറ്റു വഴികളില്ലാതെ അവൻ തലയാട്ടി. അമീർ ഒരു കടലാസിൽ ആ ഇലക്ട്രോണിക് ചിപ്പിന്റെ കോഡ് എഴുതിക്കൊടുത്തു. പോ. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വാങ്ങിയിട്ട് വാ. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ. റഷീദ് ആ കടലാസുമായി പുറത്തേക്കിറങ്ങുമ്പോൾ അവന്റെ ഹൃദയം പടപടായിടിക്കുന്നുണ്ടായിരുന്നു. തൃശൂർ ടൗണിലെ ഇലക്ട്രോണിക്സ് കടകൾ അവനറിയാം. പക്ഷേ തന്റെ ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന ചിന്ത അവനെ ഭ്രാന്തു പിടിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ സമീറിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കിലുക്കി അപ്പോഴും ക്ഷീണിതയായിരുന്നു. അവൾ വീടിന്റെ പുറത്തേക്കിറങ്ങാൻ കൂട്ടാക്കിയില്ല. സമീർ മേശവലിപ്പ് തുറന്ന് ആ ലോഹകഷണം കൈയിലെടുത്തു. അത് വിരലുകൾക്കിടയിലിട്ട് തിരിച്ചും മറിച്ചും നോക്കി. ഇതെവിടെ നിന്നായിരിക്കും അവൾക്ക് കിട്ടിയത്? ഒരു ഫോട്ടോഗ്രാഫറുടെ സഹജമായ കൗതുകവും അന്വേഷണത്വരയും അവനിലുണർന്നു. അവൾ എവിടെയായിരുന്നുവെന്ന് കണ്ടെത്തണം. അവൻ കിലുക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു. വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ അവന്റെ കയ്യിൽ ഒതുങ്ങിക്കൂടി. അവൻ പതിയെ പറമ്പിലൂടെ നടന്നു. ഇന്നലെ അവളെ കാണാതായ വഴികളിലൂടെ അവൻ സഞ്ചരിച്ചു. ഓരോ സ്ഥലത്തും അവൻ നിന്നു. അവളുടെ പ്രതികരണം ശ്രദ്ധിച്ചു. പുഴയുടെ ഭാഗത്തേക്ക് തിരിയുന്ന വഴിയിലെത്തിയപ്പോൾ കിലുക്കി അസ്വസ്ഥയാകാൻ തുടങ്ങി. അവൾ അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. നേർത്ത സ്വരത്തിൽ കരഞ്ഞു. എന്താടി, പേടിയാണോ അങ്ങോട്ടു പോകാൻ? അവളുടെ ഭയം അവനൊരു സൂചന നൽകി. ആ ദിശയിലാണ് അവൾ പോയത്. ആ ദിശയിലാണ് അവൾക്ക് ഭയമുള്ള എന്തോ ഒന്ന് സംഭവിച്ചത്. അവൻ അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് തിരികെ നടന്നു. പക്ഷേ അവന്റെ ചിന്തകൾ പുഴക്കരയിൽ തങ്ങിനിന്നു. അവിടെ എന്തോ ഉണ്ട്. എന്തോ അസ്വാഭാവികമായി സംഭവിക്കുന്നുണ്ട്. തൃശൂർ സ്വരാജ് റൗണ്ടിലെ തിരക്കിലേക്ക് റഷീദ് ബസ്സിറങ്ങി. അവന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ള ആളുകളെ അവൻ ഭയത്തോടെ നോക്കി. എല്ലാവരും തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നവന് തോന്നി. വിയർപ്പ് അവന്റെ നെറ്റിയിലൂടെ ഒഴുകി. അവൻ ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ നിരയിലേക്ക് നടന്നു. അമീർ കൊടുത്ത കടലാസ് കഷ്ണം അവന്റെ പോക്കറ്റിൽ കിടന്ന് നനഞ്ഞു. ഒരു ചെറിയ കടയുടെ മുന്നിൽ അവൻ നിന്നു. അകത്തേക്ക് കയറാൻ മടിച്ചുനിന്ന അവനെ കടയുടമ ശ്രദ്ധിച്ചു. എന്താ മോനെ വേണ്ടത്? അയാൾ ചോദിച്ചു. റഷീദ് ഞെട്ടി. അവൻ വിറയ്ക്കുന്ന കൈകളോടെ പോക്കറ്റിൽ നിന്ന് കടലാസെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. കടയുടമ അതൊന്നു നോക്കി. ഇതോ? ഇത് സാധാരണ സർക്യൂട്ടിലൊന്നും ഉപയോഗിക്കുന്നതല്ലല്ലോ. സ്പെഷ്യൽ ഐറ്റമാണ്. എന്തിനാ ഇത്? അത് എന്റെ പ്രോജക്റ്റിനു വേണ്ടിയാ. റഷീദ് വിക്കി. അവന്റെ പരിഭ്രമം കണ്ട കടയുടമക്ക് എന്തോ പന്തികേട് തോന്നി. എങ്കിലും അയാൾ അകത്തേക്ക് പോയി ഒരു ചെറിയ പെട്ടിയിൽ നിന്ന് ആ ചിപ്പെടുത്തുകൊടുത്തു. 150 രൂപയാകും. റഷീദ് പണം കൊടുത്ത് സാധനം വാങ്ങി തിരിഞ്ഞോടാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ ആ വെപ്രാളം കടയുടമയുടെ സംശയം വർദ്ധിപ്പിച്ചു. അയാൾ കടയുടെ പുറത്തേക്ക് വന്ന് അവൻ തിരക്കിൽ അപ്രത്യക്ഷനാകുന്നത് നോക്കിനിന്നു. എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, അയാൾ പിറുപിറുത്തു. ബസ്സിൽ കയറി തിരികെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ റഷീദിന്റെ മനസ്സ് കാലിയായിരുന്നു. താൻ ഒരു കൊലപാതക സംഘത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു മടക്കമില്ല. അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഉച്ചകഴിഞ്ഞപ്പോൾ സമീർ ബൈക്കുമായി പുറത്തേക്കിറങ്ങി. അവന്റെ തോളിൽ
ക്യാമറ ബാഗുണ്ടായിരുന്നു. അവൻ നേരെ പോയത് പുഴക്കരയിലേക്കായിരുന്നു. കിലുക്കി ഭയം കാണിച്ച ആ സ്ഥലത്തുനിന്നും കുറച്ചു ദൂരെയായി ആരും കാണാത്ത ഒരു സ്ഥലത്ത് അവൻ ബൈക്ക് ഒതുക്കിവച്ചു. അവൻ പുഴയുടെ തീരത്തുകൂടി പതിയെ നടന്നു. അവന്റെ ഫോട്ടോഗ്രാഫറുടെ കണ്ണുകൾ ചുറ്റുമുള്ള ഓരോ ചെറിയ മാറ്റവും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. പുല്ലുകൾക്കിടയിൽ പുതിയതായി രൂപപ്പെട്ട ടയറിന്റെ പാടുകൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വാൻ പോലെയുള്ള വലിയ വാഹനത്തിന്റേതാണ് ആ പാടുകൾ. ഈ കാടുപിടിച്ച വഴിയിലേക്ക് എന്തിനൊരു വാൻ വരണം? അവന്റെ കണ്ണുകൾ ആ പഴയ തറവാട്ടിലേക്ക് നീണ്ടു. പുറമേ നോക്കുമ്പോൾ ആൾത്താമസമുള്ളതിന്റെ ഒരു ലക്ഷണവുമില്ല. പക്ഷെ എന്തുകൊണ്ടോ ആ വീടിനൊരു ശ്വാസമുട്ടലുണ്ടെന്ന് അവന് തോന്നി. അവൻ തന്റെ ക്യാമറ പുറത്തെടുത്തു. ടെലിഫോട്ടോ ലെൻസിലൂടെ അവൻ ആ വീടിന്റെ ജനലുകളിലേക്ക് സൂം ചെയ്തു. പൊടിപിടിച്ച ജനൽച്ചില്ലുകൾക്കിടയിലൂടെ അവ്യക്തമായ ചില രൂപങ്ങൾ അകത്ത് ചലിക്കുന്നതുപോലെ അവന് തോന്നി. ഒരു നിഴൽ പോലെ എന്തോ ഒന്ന് വേഗത്തിൽ നീങ്ങിമറഞ്ഞു. അവന്റെ ഹൃദയമിടിപ്പുകൂടി. അവൻ ക്യാമറ താഴ്ത്തി. ഇവിടെ എന്തോ നടക്കുന്നുണ്ട്, അപകടകരമായ എന്തോ ഒന്ന്. അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പിൻവാങ്ങി. കൂടുതൽ തെളിവുകൾ വേണം, വ്യക്തമായ ചിത്രങ്ങൾ. അതിനായി രാത്രി വരെ കാത്തിരിക്കണം. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരണം. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ താൻ കാലെടുത്തു വെക്കുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് അവനറിയാമായിരുന്നു. പക്ഷേ കിലുക്കിയുടെ ഭയന്നു വിറച്ച കണ്ണുകൾ അവനൊരു ധൈര്യം നൽകി. സത്യം പുറത്തുകൊണ്ടുവന്നേ മതിയാകൂ. വീട്ടിലെത്തിയ ഉടൻ സമീർ ഫോണെടുത്ത് പോലീസ് കൺട്രോൾ റൂം നമ്പർ തിരഞ്ഞു. ഒരു സാധാരണ പൗരന്റെ കടമ നിർവഹിക്കാൻ അവൻ തീരുമാനിച്ചു. കുറേ നേരത്തെ റിങ്ങിന് ശേഷം അപ്പുറത്ത് ഒരു ഗൗരവമുള്ള ശബ്ദം കേട്ടു. ഹലോ, പോലീസ് കൺട്രോൾ റൂം. ഹലോ സർ, ഞാനിവിടെ തൃശൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വിളിക്കുന്നത്, സമീർ പറഞ്ഞു. എന്താ കാര്യം? സർ, ഇവിടെ പുഴയുടെ അടുത്തൊരു പഴയ വീടുണ്ട്. അവിടെ കുറച്ച് ആളുകളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുന്നു. എന്തോ അസ്വാഭാവികമായി തോന്നുന്നു. എന്താണ് അസ്വാഭാവികമായി തോന്നിയത്? സമീർ ഒരു നിമിഷം ശങ്കിച്ചു. പൂച്ചയുടെ കാര്യം എങ്ങനെ അവതരിപ്പിക്കും? അവിടെ ചില അപരിചിതരായ ആളുകളുണ്ട്. അവരുടെ പെരുമാറ്റത്തിലൊരു പന്തികേടുണ്ട്. ഒരു വാൻ വന്നു പോകുന്നത് കണ്ടു. നിങ്ങൾക്കെന്താ അവിടെ കാര്യം? നിങ്ങൾ ആരാണ്? മറുതലയ്ക്കൽ ശബ്ദം കടുത്തു. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. സമീർ. ഓ സമീർ. കേട്ടിട്ടൊരുമാതിരി. എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം. ഫോൺ കട്ടായി. ആ സംഭാഷണത്തിലെ പുച്ഛം സമീറിന് മനസ്സിലായി. തന്റെ പേര് കേട്ടപ്പോൾ വന്ന മാറ്റം അവനെ വേദനിപ്പിച്ചു. എങ്കിലും പോലീസ് എന്തെങ്കിലും ചെയ്യുമെന്ന് അവൻ ആശിച്ചു. അവൻ ഡിവൈഎസ്പി മെർലിൻ മാത്യുവിന്റെ നമ്പർ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു സുഹൃത്ത് വഴി നമ്പർ കിട്ടി. അവൻ വിറയോടെ ആ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, ഡിവൈഎസ്പി മെർലിൻ മാത്യു. മാഡം, എന്റെ പേര് സമീർ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാണ്. അവൻ കാര്യങ്ങൾ വിശദീകരിച്ചു. പുഴക്കരയിലെ വീടും അപരിചിതരും വാനിന്റെ കാര്യവും. അവസാനം അവൻ മടിച്ചുമടിച്ചു പറഞ്ഞു. മാഡം, എന്റെ പൂച്ചയെ കാണാതായിരുന്നു. അത് തിരിച്ചു വന്നപ്പോൾ അതിന്റെ ദേഹത്ത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ കഷ്ണം കിട്ടി. അതിന് ആ വീടിന്റെ ഭാഗത്തേക്ക് പോകാനും പേടിയാണ്. അപ്പുറത്ത് ഒരു നിമിഷത്തെ നിശ്ശബ്ദത. പിന്നെ നേർത്ത ഒരു ചിരി സമീർ കേട്ടു. മിസ്റ്റർ സമീർ, നിങ്ങൾക്കെന്താ തോന്നുന്നത്? ഒരു പൂച്ചയുടെ പേടിവെച്ച് ഞങ്ങൾ അന്വേഷണം തുടങ്ങണമെന്നോ? പോലീസിന് വേറെ പണിയുണ്ട്. വെറുതെ വിളിച്ച് സമയം കളയരുത്. മെർലിൻ ഫോൺ വെച്ചു. സമീർ തളർന്നിരുന്നുപോയി. ആരും തന്നെ വിശ്വസിക്കുന്നില്ല. തന്റെ പേരും താൻ പറയുന്ന കാരണവും എല്ലാവർക്കും തമാശയാണ്. അവന്റെ ഉള്ളിൽ ദേഷ്യവും നിസ്സഹായതയും ഒരുപോലെ നുരഞ്ഞു പൊങ്ങി. മെർലിൻ മാത്യു ഫോൺ വെച്ചെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ചെറിയ അസ്വസ്ഥത ബാക്കി നിന്നു. എ കാറ്റ്, അവർ പുച്ഛത്തോടെ ഓർത്തു. എങ്കിലും വിളിച്ചയാളുടെ ശബ്ദത്തിലെ ആത്മാർത്ഥതയും ഭയവും അവഗണിക്കാനാവില്ലെന്ന് തോന്നി. തൃശൂർ പൂരമടുക്കുന്ന സമയമാണ്. ചെറിയൊരു സൂചന പോലും തള്ളിക്കളയാൻ പാടില്ല. അവർ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ആ പ്രദേശത്ത് ഒരു പട്രോളിംഗ് നടത്താൻ നിർദ്ദേശിച്ചു. വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വന്നാൽ മതി. സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ അറിയിക്കുക. അവർ ഫയലുകളിലേക്ക് മടങ്ങിയെങ്കിലും സമീറിന്റെ ശബ്ദം മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അതേസമയം സമീർ ഒരു തീരുമാനമെടുത്തിരുന്നു. പോലീസ് വരില്ല, ആരും വരില്ല, താൻ തന്നെ തെളിവുകൾ കണ്ടെത്തണം. ഈ ലോകം വിശ്വസിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ, ചിത്രങ്ങൾ. അവൻ തന്റെ ക്യാമറ ബാഗ് ഒരിക്കൽ കൂടി പരിശോധിച്ചു. ലെൻസുകൾ വൃത്തിയാക്കി. രാത്രിയാകാൻ അവൻ കാത്തിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച ദൗത്യത്തിനാണ് പോകുന്നതെന്ന് അവനറിയാമായിരുന്നു. അവന്റെ നെഞ്ചിൽ ഭയം നിറയുമ്പോൾ കിലുക്കി അവന്റെ മടിയിലേക്ക് ചാടിക്കയറി അവന്റെ നെഞ്ചിൽ തലോടി. ആ ചെറിയ ജീവന്റെ സ്പർശനം
അവനൊരു ധൈര്യം പകർന്നു. രാത്രിയുടെ കറുപ്പ് ഗ്രാമത്തെ വിഴുങ്ങി. സമയം 12 മണി കഴിഞ്ഞിരുന്നു. സമീർ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ക്യാമറ ബാഗുമായി വീടിനു പുറത്തിറങ്ങി. ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവൻ ബൈക്കുരുട്ടി റോഡിലെത്തിച്ചു. എന്നിട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്ത് പുഴക്കര ലക്ഷ്യമാക്കി നീങ്ങി. പകൽ കണ്ടുവച്ച സ്ഥലത്ത് ബൈക്കൊളിപ്പിച്ചുവെച്ച് അവൻ കാടിന്റെ മറവിലൂടെ ആ പഴയ തറവാടിനടുത്തേക്ക് നടന്നു. ചീവീടുകളുടെ ശബ്ദം മാത്രം സഹായത്തിന്. തറവാടിനു കുറച്ചകലെ നല്ല ഉയരമുള്ള ഒരു മാവിന്റെ മുകളിലേക്ക് അവൻ വലിഞ്ഞുകയറി. അവിടെ നിന്നാൽ വീടിന്റെ മുൻഭാഗവും ജനലുകളും വ്യക്തമായി കാണാമായിരുന്നു. അവൻ ക്യാമറ ബാഗിൽ നിന്നെടുത്തു. നൈറ്റ് വിഷൻ സൗകര്യമുള്ള ലെൻസ് ഘടിപ്പിച്ചു. എന്നിട്ട് ക്ഷമയോടെ കാത്തിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ഒന്നും സംഭവിച്ചില്ല. തന്റെ തോന്നലുകൾ തെറ്റായിരുന്നോ എന്ന് അവൻ സംശയിച്ചു തുടങ്ങി. പുലർച്ചെ 3 മണിയോടടുത്തപ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്നു. 4 പേർ പുറത്തേക്ക് വന്നു. കൂട്ടത്തിൽ റഷീദുമുണ്ടായിരുന്നു. അവന്റെ മുഖത്തെ ഭയം ആ ഇരുട്ടിലും സമീറിന് കാണാമായിരുന്നു. അവർ ഒരു വാനിന്റെ അടുത്തേക്ക് നീങ്ങി. സമീർ പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്തു. അവന്റെ വിരലുകൾ ഷട്ടർ ബട്ടണിൽ അമർന്നു. ക്ലിക്ക് ക്ലിക്ക്. അവർ വാനിന്റെ പിൻഭാഗത്തെ ഡോർ തുറന്നു. അകത്തുനിന്ന് വലിയ പെട്ടികൾ പുറത്തേക്കെടുത്തുവെച്ചു. സമീർ ലെൻസിലൂടെ സൂം ചെയ്തു. അവന്റെ ഹൃദയം നിലച്ചുപോകുമെന്ന് തോന്നി. പെട്ടികൾക്കുള്ളിൽ തോക്കുകൾ. ഏറ്റോൺ K-47 പോലെ തോന്നിക്കുന്നവ. അതോടൊപ്പം വയറുകൾ ഘടിപ്പിച്ച സിലിണ്ടറുകളും. ബോംബുകൾ. അവർ ഒരു മാപ്പ് നിലത്ത് വിരിച്ചു. അമീർ അതിലേക്ക് വിരൽ ചൂണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സമീർ ആ മാപ്പിന്റെയും അവരുടെ മുഖങ്ങളുടെയും വ്യക്തമായ ചിത്രങ്ങളെടുത്തു. വാനിന്റെ നമ്പർ പ്ലേറ്റ് അവന്റെ ക്യാമറ ഒപ്പിയെടുത്തു. അപ്രതീക്ഷിതമായി റഷീദ് മുകളിലേക്ക് നോക്കി. സമീർ ഇരിക്കുന്ന മരത്തിന്റെ ഭാഗത്തേക്ക്. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ ഇടഞ്ഞുവോ? സമീർ ശ്വാസമടക്കിപ്പിടിച്ച് അനങ്ങാതെയിരുന്നു. റഷീദ് സംശയത്തോടെ കുറച്ചുനേരം നോക്കിനിന്നു. പിന്നെ ഒന്നുമില്ലെന്ന് കരുതി തിരിഞ്ഞു. അവർ സാധനങ്ങൾ തിരികെ വാനിൽ വെച്ച് അതിവേഗം അവിടെ നിന്ന് ഓടിച്ചുപോയി. സമീർ കുറേനേരം കൂടി മരത്തിൽ തന്നെയിരുന്നു. അവന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കണ്ടത് തമാശയല്ല. ഒരു വലിയ ഭീകരാക്രമണത്തിനുള്ള തയ്യാറെടുപ്പാണ്. തൃശൂർ പൂരം. അവന്റെ മനസ്സിലേക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ ഓടിയെത്തി. എന്താടാ നീ മുകളിലേക്ക് നോക്കിയത്? വാനിൽ വെച്ച് അമീർ റഷീദിനോട് ചോദിച്ചു. ഒന്നുമില്ല ഭായ്. മരത്തിന്റെ മുകളിൽ എന്തോ അനങ്ങിയതുപോലെ തോന്നി. ഒരു പക്ഷിയായിരിക്കും. ജാഗ്രത വേണം. നമ്മളെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം, അമീർ പറഞ്ഞു. ആ ഫോട്ടോഗ്രാഫർ പയ്യൻ സമീർ, അവനെ ഒന്ന് ശ്രദ്ധിക്കണം. റഷീദിന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. സമീറോ? അവനിതറിഞ്ഞോ? അന്ന് രാത്രി സമീറിന്റെ വീടിന്റെ ജനൽച്ചില്ല് തകർത്തുകൊണ്ട് ഒരു വലിയ കല്ല് അകത്തേക്ക് വന്നു. അതോടൊപ്പം ഒരു കടലാസും. സമീറും ഫാത്തിമയും ഞെട്ടിയുണർന്നു. സമീർ ആ കടലാസെടുത്തു നോക്കി. പോലീസിനെ അറിയിച്ചാൽ നിന്റെ ഉമ്മ ബാക്കിയുണ്ടാവില്ല. ഫാത്തിമ പേടിച്ച് കരയാൻ തുടങ്ങി. മോനെ, നമുക്കിതൊന്നും വേണ്ട. അവർ നമ്മളെ കൊല്ലും. മാ, പേടിക്കണ്ട. എനിക്കൊന്നും പറ്റില്ല. നമ്മൾ ഈ നാടിനെ രക്ഷിക്കണം, സമീർ പറഞ്ഞു. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. പക്ഷേ അവന്റെ ഉള്ളിലും ഭയം നിറഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ സമീർ ആ ഫോട്ടോകൾ ഒരു പെൻഡ്രൈവിലേക്ക് മാറ്റി. എന്നിട്ട് മെർലിൻ മാത്യുവിന് ഒരു മെസ്സേജ് അയച്ചു. മാഡം, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തമാശയല്ല. അതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോകൾ നോക്കൂ. KL 08XX1234 എന്ന നമ്പറിലുള്ള വാനും ശ്രദ്ധിക്കുക. ദയവായി അടിയന്തരമായി ഇടപെടണം. ഒരുപാട് ജീവനുകളുടെ കാര്യമാണ്. അവൻ ഫോട്ടോകൾ അറ്റാച്ച് ചെയ്തയച്ചു. എന്നിട്ട് മറുപടിക്കായി കാത്തിരുന്നു. മെർലിൻ മാത്യു തന്റെ ഓഫീസിലിരുന്ന് മെസ്സേജ് കണ്ടപ്പോൾ ആദ്യം പുച്ഛത്തോടെ ചിരിച്ചു. പക്ഷെ ഫോട്ടോകൾ ഒന്നൊന്നായി തുറന്നപ്പോൾ അവരുടെ മുഖം മാറി. തോക്കുകൾ, ബോംബുകൾ, സംശയാസ്പദമായ മുഖങ്ങൾ. അവരുടെ കൈകൾ വിറച്ചു. അവർ ഉടൻ തന്നെ വാൻ നമ്പറിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അരമണിക്കൂറിനുള്ളിൽ മറുപടി വന്നു. മാഡം, ആ നമ്പർ വ്യാജമാണ്. അങ്ങനെയൊരു വാഹനം രജിസ്റ്റർ ചെയ്തിട്ടില്ല. മെർലിൻ മാത്യു കസേരയിൽ നിന്നെഴുന്നേറ്റു. കാര്യത്തിന്റെ ഗൗരവം അവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അവർ ആ ഫോട്ടോകളിലെ മുഖങ്ങൾ വീണ്ടും സൂക്ഷിച്ചു നോക്കി. തലവനെപ്പോലെ തോന്നിക്കുന്ന ആൾ. അമീർ. ഇന്റലിജൻസ് ഫയലുകളിൽ കണ്ടുപരിചയമുള്ള മുഖം. അപകടകാരിയായ തീവ്രവാദി. അവർ ഉടൻ തന്നെ സമീറിനെ തിരികെ വിളിച്ചു. ഹലോ സമീർ, മെർലിൻ മാത്യു ആണ്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ സുരക്ഷിതനാണോ? അവരുടെ ശബ്ദത്തിൽ പരിഭ്രമമുണ്ടായിരുന്നു. തൃശൂർ പൂരത്തിന്റെ ദിവസം. നഗരം ജനസാഗരമായി മാറിയിരുന്നു. ഇലഞ്ഞിത്തറയിൽ മേളം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് കടക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ആ താളത്തിൽ ലയിച്ചു നിൽക്കുന്നു. അതേസമയം പോലീസ് കമ്മീഷണർ ഓഫീസിൽ മെർലിൻ മാത്യുവിന്റെ നേതൃത്വത്തിൽ ഒരു അടിയന്തര യോഗം നടക്കുകയായിരുന്നു. അവർ നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ആ പഴയ തറവാടാണ്. ഒരു ടീം അങ്ങോട്ട് പോകുക.
പക്ഷേ എന്റെ ഊഹം അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് മെർലിൻ പറഞ്ഞു. അവർ പറഞ്ഞത് ശരിയായിരുന്നു. പോലീസ് ആ വീട് വളഞ്ഞപ്പോൾ അത് ശൂന്യമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവർക്ക് നിർണായകമായ ചില തെളിവുകൾ കിട്ടി. ഒരു മാപ്പ്. അതിൽ 2 സ്ഥലങ്ങൾ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിരുന്നു. ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന സ്ഥലവും വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലവും. ഓ മൈ ഗോഡ്, അവർ ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന 2 സ്ഥലങ്ങളാണ്. മെർലിൻ അലറി സമീറിനെ പോലീസ് സംരക്ഷണയിലാക്കിയിരുന്നു. അവൻ നൽകിയ ഫോട്ടോകളിൽ നിന്ന് റഷീദിനെ അവർ തിരിച്ചറിഞ്ഞു. അവന്റെ വീട് കണ്ടെത്തി പോലീസ് അവിടെയെത്തി. അവന്റെ മുറിയിൽ നിന്ന് ഒരു ഡയറി കിട്ടി. അതിൽ ചില കോഡുകളും അമീറുമായി സംസാരിച്ചതിന്റെ വിശദാംശങ്ങളുമുണ്ടായിരുന്നു. അവർ പല സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. റഷീദിന്റെ കയ്യിലാണ് 2ാമത്തെ ബോംബ്. മെർലിൻ വയർലെസ്സിലൂടെ തന്റെ ടീമിന് നിർദ്ദേശം നൽകി. സമയം അതിവേഗം മുന്നോട്ട് കുതിച്ചു. ബോംബ് സ്ക്വാഡ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞു. ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ അവർ ആ പ്രദേശം വളഞ്ഞു. മിനിറ്റുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വെടിക്കെട്ടുപുരയുടെ പിന്നിൽ ഒളിപ്പിച്ചുവെച്ച ബോംബ് അവർ കണ്ടെത്തി നിർവീര്യമാക്കി. തൃശൂർ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എന്നാൽ 2ാമത്തെ ബോംബ് ഇപ്പോഴും റഷീദിന്റെ കയ്യിലായിരുന്നു. അവൻ ഇലഞ്ഞിത്തറയിലെ ജനക്കൂട്ടത്തിനിടയിൽ എവിടെയോ ഉണ്ട്. അവനെ കണ്ടെത്തുക അസാധ്യമായിരുന്നു. സമീർ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും, മെർലിൻ പറഞ്ഞു. പോലീസ് വാഹനത്തിൽ സമീർ പൂരപ്പറമ്പിലെത്തി. ഉയർന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അവൻ ബൈനോക്കുലറിലൂടെ ജനക്കൂട്ടത്തെ നിരീക്ഷിച്ചു. അവന്റെ കണ്ണുകൾ റഷീദിനായി പരതി. ഓരോ മുഖവും അവന് റഷീദിന്റേതായി തോന്നി. അവിടെ ആൽമരത്തിന്റെ അടുത്ത് നീല ഷർട്ട്. സമീർ അലറി. പോലീസ് ആ ഭാഗത്തേക്ക് കുതിച്ചു. പക്ഷെ റഷീദ് അവരെ കണ്ടു. അവൻ ജനക്കൂട്ടത്തിനിടയിലൂടെ ഓട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു വലിയ കെട്ടിടത്തിലേക്ക് അവൻ ഓടിക്കയറി. പോലീസ് പിന്നാലെയും. കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് പോലീസ് അവനെ വളഞ്ഞു. കീഴടങ്ങുക റഷീദ്, മെർലിൻ തോക്കുചൂണ്ടി അലറി. റഷീദ് ചിരിച്ചു. ഒരു ഭ്രാന്തന്റെ ചിരി. എല്ലാം തീർന്നു. പക്ഷെ ഞാനൊറ്റയ്ക്ക് പോകില്ല. അവൻ തന്റെ ഷർട്ട് വലിച്ചു കീറി. അവന്റെ നെഞ്ചിൽ ഒരു ബോംബ് ഘടിപ്പിച്ചിരുന്നു. അവൻ അതിന്റെ ബട്ടണിൽ വിരലമർത്താനൊരുങ്ങി. അപ്രതീക്ഷിതമായി മെർലിൻ മുന്നോട്ടു കുതിച്ച് അവന്റെ കാലിൽ വെടിവെച്ചു. പിടിവിട്ട് റഷീദ് നിലത്തു വീണു. അവന്റെ കയ്യിൽ നിന്ന് ബോംബിന്റെ ഡിറ്റനേറ്റർ തെറിച്ചുപോയി. പോലീസ് അവനെ വളഞ്ഞു പിടികൂടി. താഴെ ഇലഞ്ഞിത്തറ മേളം അതിന്റെ അവസാനമില്ലാത്ത താളത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മുകളിൽ നടന്നതൊന്നും അറിയാതെ ലക്ഷക്കണക്കിന് ആളുകൾ ആ താളത്തിൽ നൃത്തം ചവിട്ടുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം സമീറിന്റെ വീട്ടിലെ വരാന്തയിൽ ശാന്തത തളംകെട്ടി നിന്നു. പത്രങ്ങളിൽ മുഴുവൻ തൃശൂർ പൂരത്തെ രക്ഷിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. മെർലിൻ മാത്യുവിന്റെയും പോലീസുകാരുടെയും ചിത്രങ്ങൾ. ഒരു പോലീസ് ജീപ്പ് വീടിനു മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്ന് മെർലിൻ മാത്യു ഇറങ്ങിവന്നു. അവരുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. സമീർ, അവർ വിളിച്ചു. സമീറും ഫാത്തിമയും പുറത്തേക്കു വന്നു. ഞാൻ ഔദ്യോഗികമായി നന്ദി പറയാൻ വന്നതാണ്. നിങ്ങൾ കാണിച്ച ധൈര്യത്തിന് ഈ നാട് മുഴുവൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, മെർലിൻ പറഞ്ഞു. അവർ ഫാത്തിമയുടെ നേരെ തിരിഞ്ഞു. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ മകൻ ഒരു ഹീറോയാണ്. അവർ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെട്ടിയെടുത്ത് സമീറിന് നേരെ നീട്ടി. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു ചെറിയ സമ്മാനമാണ്. അതൊരു പുതിയ ക്യാമറ ലെൻസായിരുന്നു. സമീർ അത് വാങ്ങുമ്പോൾ മെർലിൻ ചിരിയോടെ പറഞ്ഞു, എ കാറ്റ് സേവ്ഡ് തൃശൂർ ആൻഡ് എ ബ്രേവ് മാൻ സേവ്ഡ് ഇറ്റ് സോൾ. പിറ്റേന്ന് മെർലിൻ മാത്യു ഒരു പത്രസമ്മേളനം നടത്തി. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് മതമില്ല. ഏത് മതത്തിന്റെ പേര് പറഞ്ഞാണോ അവർ ഈ ക്രൂരതയ്ക്ക് വന്നത്, അതേ മതത്തിൽ വിശ്വസിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് സ്വന്തം ജീവൻ പണയം വെച്ച് ഈ നാടിനെ രക്ഷിച്ചത്. തൃശൂരിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ വന്നവരുടെ പദ്ധതി തകർത്തത് സമീർ എന്ന ചെറുപ്പക്കാരന്റെ ധൈര്യമാണ്. തീവ്രവാദത്തിന് മതമില്ല, അതിന് വിദ്വേഷത്തിന്റെ മുഖം മാത്രമേയുള്ളൂ. മാസങ്ങൾ കടന്നുപോയി. സമീറിന്റെ ജീവിതം പഴയതുപോലെയായി. അവൻ വീണ്ടും തന്റെ ക്യാമറയുമായി പ്രകൃതിയിലേക്കിറങ്ങി. പക്ഷെ ഇപ്പോൾ അവനെ കാണുമ്പോൾ ഗ്രാമവാസികൾ ബഹുമാനത്തോടെ ചിരിക്കും. ഒരു സായാഹ്നത്തിൽ സമീറും ഫാത്തിമയും വരാന്തയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അയൽപ്പക്കത്തെ ശാരദാമ്മയും അവരോടൊപ്പം കൂടി. എന്റെ സമീർ മോൻ വലിയ ആളായിപ്പോയല്ലോ, ശാരദാമ്മ സ്നേഹത്തോടെ പറഞ്ഞു. സമീർ ചിരിച്ചു. അവന്റെ മടിയിൽ ലോകത്തൊന്നും സംഭവിക്കാത്ത മട്ടിൽ കിലുക്കി സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൾ ഉറക്കത്തിൽ ഞെട്ടി ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ ശ്രമിക്കുന്നതുപോലെ കാലുകളിളക്കി. സമീർ അവളെ തലോടി. ആ നിഷ്കളങ്കമായ ജീവനാണ് എല്ലാത്തിനും കാരണമായതെന്ന് അവൻ ഓർത്തു. ലോകത്തിലെ ഏറ്റവും വലിയ വിദ്വേഷത്തെയും ക്രൗര്യത്തെയും ചിലപ്പോൾ ഏറ്റവും നിസ്സാരമായ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അവന്റെ മനസ്സിൽ സമാധാനം നിറഞ്ഞു.
ദൂരെ പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ഒരേ സമയം പ്രാർത്ഥനകളുടെ ശബ്ദമുയർന്നു. ആ ശബ്ദങ്ങൾ കാറ്റിലൊന്നായി അലിഞ്ഞുചേർന്നു. ആ ഈണത്തിൽ ലയിച്ച് കിലുക്കി അവന്റെ മടിയിൽ ഒന്നുകൂടി ചുരുണ്ടുകൂടി.